1200 ആണ്ട് കൊല്ലവർഷം മകം നക്ഷത്ര പൊതുഫലം 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള സമയത്തെ മകം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. 10ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ആണ് നിലവിൽ കണ്ടക ശനി ദോഷവും ഉണ്ട്. 2025 മാർച്ച് മാസം കണ്ടക ശനിയുടെ ദോഷം മാറുകയും 2025 മെയ് മാസത്തോടുകൂടി 11ലെ വ്യാഴത്തിൻ്റെ വരവോടുകൂടി ഈ നക്ഷത്ര ജാതകർക്ക് ഏറെ നല്ല ശുഭസൂചകമായ ഒട്ടേറെ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. ആ സമയം വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല അനുഭവങ്ങളായിരിക്കും. എന്നിരുന്നാലും 2024 ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള സമയത്തെ ഫലമായിരിക്കും കൂടുതലായിട്ടും അനുഭവിക്കേണ്ടി വരിക. യാത്രാക്ലേശവും ദൂരദേശവാസവും വേണ്ടിവരുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുമെങ്കിലും അനുഭവഫലം കുറവായിരിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധ നിർദ്ദേശം വേണ്ടിവരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. വ്യാപാര വ്യവസായ വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. സംയുക്ത സംരംഭങ്ങളിൽ പിന്മാറുവാനിടവരും. പലവിധ വിശേഷ അവസരങ്ങൾക്കും ഉത്സവാഘോഷങ്ങൾക്കുമായി പലപ്പോഴും ജന്മനാട്ടിൽ വന്നു പോകുവാനിടവരും. ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ സ്ഥിര താമസാനുമതി ലഭിക്കും. അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ സാധിക്കും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടവരും. സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയിക്കും. വാത നാഡി ഹൃദ്രോഗങ്ങൾക്ക് ശസ്ത്രക്രിയ വേണ്ടിവരും. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശങ്ങൾ തേടും. പ്രവർത്തന മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. കലാകായിക രംഗങ്ങൾ, നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും. പദ്ധതി ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും. നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. ആദരവും വിനയവുമുള്ള സമീപന മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലം ഉണ്ടാകും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും. വാക്കും പ്രവൃത്തിയും കൂടി വ്യത്യസ്തമാകാൻ സൂക്ഷിക്കണം. ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും. ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും. അസ്ഥിവാത നിർദോഷ രോഗങ്ങൾ വർദ്ധിക്കും. ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്ക് അവസരമുണ്ടാകും.